ഏതെങ്കിലും ഗിഫ്റ്റ് ഷോപ്പിൽ വിളിച്ച് ഫ്രെയിം ഓർഡർ ചെയ്ത് മാസ്ക് ഇട്ട് പോയി ആ ഫ്രെയിം തന്നെ അടിച്ചു മാറ്റാൻ പറ്റുമോ? ഇതൊക്കെ എന്ത് ഒന്നും നോക്കില്ല. ഞങ്ങൾ നേരെ ബൈക്ക് എടുത്ത് തന്നെ വിടും. അതിന്റെ കൂടെ അച്ഛനോട് എന്തെങ്കിലും ആയിട്ടുണ്ട് ഷായത് എന്റെ അടുത്തൊരു കിടിലായിട്ട് അടിച്ച് പേടിച്ചണ്ട. അപ്പൊ എനിക്ക് കാണിച്ചു തരാം. ഏതായാലും ഞങ്ങൾ ബൈക്കോടെ സൈഡ് ഒക്കെ ചമ്മാട് കണ്ട ഓർബിസ് ക്രിയേറ്റീവ് ഒന്നാളെ ഒന്ന് ഫ്രെയിം ഓട് ഓലെ നമ്പർ ഉണ്ടാവും. തോൽക്ക് വിളിച്ച് നമുക്ക് പണിയെടുത്താലോ? ഓർബിസ് ക്രിയേഷൻ അല്ലേ? ഞങ്ങള് 2 ഫോട്ടോ വാട്സാപ്പിൽ ഇട്ട് നിങ്ങൾ ഫ്രെയിം അടിച്ചേക്കോ? ഞങ്ങൾ ഏതായാലും ഫോട്ടോ വാട്സാപ്പിൽ ഇട്ട് ഞങ്ങൾ 2 A3 ഫ്രെയിം അടിച്ചുള്ളൂ. ഏതായാലും ഫോട്ടോ 2 വിട്ടുകൊടുത്തിട്ട് ഏതായാലും വരി ഫ്രെയിം കിട്ടാൻ വൈകുന്നേരം നമുക്ക് 2 മാസ്ക് വാങ്ങിട്ട് പൊലിവായിട്ടാണ് പോവാം. എല്ലാരും നമ്മളെ നോക്കണേ. മാസ്ക് ഇട്ടാണെങ്കിൽ എല്ലാവരും ഞങ്ങൾ തന്നെ നോക്കൂടെ. ഏത് ഈ കോവിഡ് മാർത്ത 2 മൊണ്ണാള് അങ്ങനെ ഏതായാലും പോയി ചെമ്മാട് പരപ്പനങ്ങാടി റോഡ് തൃക്കുള സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണ് ഓർബിസ് ക്രിയേഷൻ എന്ന് പറഞ്ഞ ഷോപ്പിന് വേരി അടിച്ച് കയറിയാണ് പോകുമ്പോൾ ഏതായാലും മൂലക്ക് പോയിട്ട് അവിടെ ചേച്ചി വിളിച്ചപ്പോ ചേച്ചി ഫ്രെയിം ഒക്കെ അടിച്ച് റെഡി ആക്കി ചേച്ചി ഡ്യൂട്ടി ടൈം ആയി പരിപ്പിക്കണം. ഇപ്പൊ നമുക്ക് ലാഭമല്ലോ. ഏതായാലും ഞങ്ങൾ എന്തൊക്കെ സദൃഷ്ടം കൂടെ നേരെ കടിക്കാണ് കേട്ടോ. അവനോട് കൈ കൊടുത്ത് അഷയ്ക്കൂ ഞാൻ അവനോട് ഞങ്ങൾക്ക് ഒരു പെരന്റെ ഹൗസ് വാമിംഗ് ഇടിച്ച് 2 ഫ്രെയിം ഒക്കെ കാണിച്ചാട്ടിക്കാറ്. സംഭവം കത്തി നിൽക്കണം. 4 ആള് വരുമ്പോ ഇങ്ങനെ നോക്കണം, ഇങ്ങനെ ചോദിക്കണം. അങ്ങനത്തെ സാധനമാണ് എടോ. ഇതിനോടത്തെ കളക്ഷൻ ഇന്റെ കിളിയെ പോയി വരും. ഞങ്ങൾക്ക് മണി കാണിച്ചു നമുക്ക് പ്രിയപ്പെട്ട ഗിഫ്റ്റോ കാര്യങ്ങൾ കൊടുക്കണം. ഇതിലും ബെസ്റ്റ് ഓപ്ഷൻ ഇട്ട മക്കൾ അത്രയും കളക്ഷൻ്റെ കൂടെ വിടവലെടുത്ത് ഇവലെ മൊമെന്റോസ് കണ്ടിട്ട് കിളിയാകെ പോടും. മഞ്ഞുമൽ ബോയ്സിന് അതുപോലെ നരിവേട്ടൊക്കെ കിട്ടില്ല മൊമെന്റ് പോലെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഇവരെ വെബ്സൈറ്റോടെ നിങ്ങളെ കിളി എന്തായാലും പോടും. ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി. ഇതിന്റെ ഓരോ സെക്ഷൻ ഉണ്ട്. അതായത് ആനിവേഴ്സറിക്ക് എന്താ കൊടുക്കേണ്ടി, വുമൻസ് ഡേക്ക് എന്താ കൊടുക്കേണ്ടി, അങ്ങനെ എന്തൊക്കെയോ. അങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട അന്തകമ്മ അച്ഛൻ അവിടെയും ഇവിടെയൊക്കെ തപ്പിയേണ്ട അവസാനം ഞങ്ങളെ ഫ്രെയിമോ കണ്ടുപിടിച്ചാണ്. ടെക്നോളജിയാ അത് കണ്ട പടം ബക്കൊട്ടിക്കണ അച്ഛൻ നേരെ ഇന്നെ വന്ന് വിളിച്ചിട്ടാ ഷായത് സാധനം ഇവിടെ വെച്ചിക്കണ അറിയേ മുതലായല്ലോ. ചേച്ചി ഇവിടെ വെച്ച് വയ്ക്കണം. ഏതായാലും ഞങ്ങൾ രണ്ടു ചെറുതായിട്ട് പ്ലാറ്റ് ഇട്ടാ. ഞാൻ ആ ചെക്കനായിട്ട് മോട്ടറാക്കാം. അജ്മൽ നൈസായിട്ട് സാധനം ഇട്ടിട്ട് മുങ്ങിക്കോ. അജ്മല് പുറത്തിറങ്ങി പറയാം ഞാൻ കൊട്ടവണ്ടി ഇത്തരം കുറച്ച് കൂടുതൽ സാധനം വേണം. ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങിട്ട് മക്കളെ. ഏതായാലും വരും നമുക്ക് അൺബോക്സ് ചെയ്തുകൊണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാലോ. ചേച്ചി കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തൊരിതാത് ഇങ്ങനെയുണ്ടോരിത് അല്ലെങ്കിൽ തന്നെ ആകൊരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. ഏതായാലും സാധനം കിടിലൻ ക്വാളിറ്റിയാണ് മക്കളെ. ഞാൻ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് കാര്യം കമന്റ് ബോക്സിൽ പിന്നെ ഇതേക്കട്ടെ. അപ്പൊ ഏതായാലും ഞങ്ങൾ വിട്ടാലോ? അപ്പൊ അടുത്ത ഇൻട്രസ്റ്റ് അപ്പൊ ഓക്കെ എന്നാ ബൈ.